തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെതിരെ ഗുരുതര ആരോപണം വരുന്നു. കൊല്ലത്ത് മഞ്ഞപ്പിത്തം ബാധിച്ച് മരിച്ച കുട്ടികൾക്ക് വിദഗ്ധ ചികിത്സ ലഭിച്ചിട്ടില്ല എന്ന് കുട്ടികളുടെ അച്ഛൻ മുരളി പറയുന്നു. ESI ആശുപത്രിയിൽ നിന്ന് ICUവിൽ പ്രവേശിപ്പിക്കണമെന്ന് നിർദ്ദേശിച്ച കുട്ടിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കിടത്തിയത് നിലത്ത്. ഛർദി കൂടിയിട്ടും ആരും തിരിഞ്ഞു നോക്കിയില്ല എന്ന് കൂടി അച്ഛൻ മുരളി പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മക്കൾക്ക് നല്ലൊരു ചികിത്സ കിട്ടിയിട്ടില്ല. ഹെൽത്തിൻ്റെ ഒരു സഹായം ഉണ്ടായിട്ടില്ല. ഹെൽത്തിൻ്റെ സഹായം ഉണ്ടായിരുന്ന എൻ്റെ മക്കൾ മരിക്കത്തില്ലായിരുന്നു. മെഡിക്കൽ കോളേജിലെ ചികിത്സ ഉണ്ടായിരുന്ന എൻ്റെ മക്കൾ മരിക്കത്തില്ലായിരുന്നു. എൻ്റെ മക്കളെ പീഡനമായി കൊന്നതാണ് അവർ. ആശുപത്രിയിൽ മോശം അനുഭവം. മോശം, അതായത് വെറും നികൃഷ്ടമായ രീതി. ഒരു രോഗിയെടുത്ത് പോലും കാണിക്കാത്ത രീതിയിലാണ് എൻ്റെ മക്കളെടുത്ത് കാണിച്ചവർ. എനിക്ക് അവരെ മറക്കാനൊക്കത്തില്ല. എനിക്ക് ആ ഡോക്ടർമാരെ അറിയാം. കാരണം അവരാണ് ഇത് അവിടെ കൊണ്ടു ചെന്ന് എൻ്റെ മക്കളെ കൊണ്ടു ചെന്ന് അന്നേരം തൊട്ടേ ഇവർ കറങ്ങി നടക്കുന്നല്ലാതെ അതിനുവേണ്ടി ഒന്നും ഇറങ്ങി തിരിച്ചിട്ടില്ല. അന്നേരമൊക്കെ അവർ വിചാരിച്ചെങ്കിൽ ഈ മക്കളെ രക്ഷപ്പെട്ടു പോയാലും അവിടുന്ന് എനിക്കൊരു ഇതില്ല, ഹെൽത്തിൽ നിന്നും ഉണ്ടായിട്ടില്ല. മനോജ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. മനോജ്, വിദഗ്ധ ചികിത്സ നൽകിയിരുന്നെങ്കിൽ ആ കുഞ്ഞുങ്ങളെ രക്ഷിക്കാമായിരുന്നു എന്ന് അച്ഛൻ വേദനയോടെ പറയുന്നു. കണ്ടു നിൽക്കാനേ നമുക്കും കഴിയുന്നുള്ളൂ. ഈ ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങളൊന്നും അവിടെ നടത്തിയിട്ടില്ല എന്ന് മനോജ് തന്നെ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ ഈ അച്ഛൻ്റെ വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെതിരെ. തീർച്ചയായും മനു, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനം തന്നെയാണ് ഉയരുന്നത്. ഈ കുട്ടികളുടെ അച്ഛനാണ് പറയുന്നത് വിദഗ്ധ ചികിത്സ കിട്ടിയിരുന്നെങ്കിൽ തന്റെ കുട്ടികൾ മരിക്കില്ലായിരുന്നു എന്നുള്ളത്. ഈ മഞ്ഞപ്പിത്തം ബാധിച്ച് ചികിത്സയിലായിരുന്ന ചേരിക്കോണം സ്വദേശി നീതുവാണ് ഇക്കഴിഞ്ഞ ദിവസം മരിച്ചത്. നീതുവിന്റെ സഹോദരിയും ഇത്തരത്തിൽ തന്നെ മഞ്ഞപ്പിത്തം ബാധിച്ച് മരിച്ചിരുന്നു. സഹോദരൻ അമ്പാടി ഇപ്പോൾ രോഗം ബാധിച്ച് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ ആശുപത്രിയിലേക്ക് എത്തിച്ചപ്പോൾ മുതൽ ഇത്തരത്തിൽ ഈ കുട്ടികളെ ശരിയായ രീതിയിൽ പരിചരിച്ചില്ല എന്നുള്ളതാണ് ഈ വീട്ടുകാരുടെ പരാതി. അതായത് ESI ആശുപത്രിയിൽ നിന്നും ICUവിൽ പ്രവേശിപ്പിക്കണം എന്ന് നിർദ്ദേശിച്ചാണ് കുട്ടിയെ വിട്ടത്. തുടർന്ന് ഈ മെഡിക്കൽ കോളേജിൽ എത്തിയപ്പോൾ അവിടെ നിലത്ത് കിടക്കാനാണ് പറഞ്ഞത്. അതായത് ഈ അച്ഛനോട് അവിടെയുള്ള അധികൃതർ പറഞ്ഞത് പോയി പായ മേടിച്ചുകൊണ്ട് വരുവാനാണ്. അതായത് പായ മേടിച്ച് നിലത്ത് കിടത്തിയ കുട്ടികളാണ്. അപ്പോൾ ഈ കുട്ടികൾക്ക് ഛർദി ഉണ്ടായി. ഈ ഛർദി ഉണ്ടായിട്ട് പോലും ആരും തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ള കാര്യമാണ് ഈ മാതാപിതാക്കളൊക്കെ വ്യക്തമാക്കുന്നത്. 2 മരണം നടന്നിട്ടും ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസമാണ്. ഇന്നാണ് ഈ പരിശോധന ക്യാമ്പ് ഉൾപ്പെടെ ഈ സ്ഥലത്ത് സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തുനിന്നും വലിയ തരത്തിലൊരു വീഴ്ചയുണ്ടായി എന്നുള്ളത് തന്നെയാണ്. അതോടൊപ്പം തന്നെ മെഡിക്കൽ കോളേജിൽ ശരിയായ രീതിയിലുള്ള ചികിത്സ നൽകാൻ തയ്യാറായില്ല. അവിടെയുള്ള ഡോക്ടർമാർ ഉൾപ്പെടെ ഇത്തരത്തിൽ ഈ ഗുരുതരാവസ്ഥയിലുള്ള കുട്ടികളെ കണ്ടിട്ടും വലിയ രീതിയിലൊന്നും തന്നെ ചികിത്സിക്കാതെ പോയി എന്നുള്ളതാണ്. അതിൽ തന്നെയാണ് ഇപ്പോൾ ഈ അച്ഛൻ ഇത്രയധികം ആ വാക്കുകൾ തന്നെ നമുക്ക് വ്യക്തമാകും. അതായത് 2 കുട്ടികളാണ്, സഹോദരങ്ങളാണ്. അവരാണ് ഈ മഞ്ഞപ്പിത്തം ബാധിച്ച് മരിച്ചിട്ടുള്ളത്. ഈ പ്രദേശത്ത് 20ഓളം പേർക്ക് മഞ്ഞപ്പിത്തം ബാധിച്ചിട്ട് പോലും ആരോഗ്യ വകുപ്പ് കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതായത് കൃത്യമായുള്ള പരിശോധനകൾ നടത്തിയിട്ടില്ല. ഈ ഭാഗത്തെ കുടിവെള്ളം പോലും ഈ കഴിഞ്ഞ ദിവസമാണ് ഈ പരിശോധനയ്ക്കായി എടുത്തത്. എന്തായാലും വലിയ തരത്തിലുള്ള വിമർശനം നാട്ടുകാരുടെ ഭാഗത്തുനിന്നും പ്രതിഷേധം ഉയർന്നു വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഡെപ്യൂട്ടി DMO ഒക്കെ ഈ സ്ഥലത്തെത്തിയപ്പോൾ കൃത്യമായുള്ള പ്രതിഷേധം അവിടെയുള്ള നാട്ടുകാർ അറിയിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഈ കുട്ടിയുടെ ചികിത്സാ ചെലവ് ഉൾപ്പെടെ സർക്കാർ ഏറ്റെടുക്കണമെന്നുള്ള ആവശ്യവും അവർ ഉന്നയിച്ചിരുന്നു. എന്തായാലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഗുരുതരമായിട്ടുള്ള ആരോപണം തന്നെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് എതിരെ ഉയരുന്നത്. കാരണം കൃത്യമായ രീതിയിൽ ചികിത്സ ലഭിച്ചിരുന്നുവെങ്കിൽ കുട്ടികൾ ഇന്നും ജീവനോടെ ഉണ്ടാകുമെന്നുള്ളതാണ് അച്ഛൻ പറയുന്നത്. അതായത് ഇവർ നേരിട്ട് തന്നെ ഉണ്ടായിട്ടുള്ള അനുഭവമാണ് ഇവർക്ക്. കുട്ടികളെയും കൊണ്ട് ആശുപത്രിയിൽ പോയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു അവസ്ഥയാണ് ഈ അച്ഛൻ പറയുന്നത്. മനോജ്, അതോടൊപ്പം തന്നെ കണ്ണനല്ലൂരിലെ പ്രതിരോധ പ്രവർത്തനങ്ങൾ വൈകി എന്നൊരു ആക്ഷേപം നാട്ടുകാർ ഉന്നയിച്ചല്ലോ. അതുതന്നെയാണല്ലോ സത്യവും. ആരോഗ്യവകുപ്പ് ഈ 2 കുരുന്നുകളുടെ ജീവൻ പോയതിനു ശേഷം മാത്രം, അതല്ലെങ്കിൽ വിമർശനങ്ങൾ വന്ന ശേഷം മാത്രമാണ് കുറച്ചെങ്കിലും പ്രതിരോധ പ്രവർത്തനങ്ങളിൽ അടിയന്തര യോഗം ചേരാനെങ്കിലും സന്നദ്ധ കാട്ടിയത്. അതിൽ കൃത്യമായ പരിശോധന പ്രദേശത്ത് വേണമെന്നും ഒപ്പം അടിയന്തര മാലിന്യ സംസ്കരണം നടത്തണമെന്നും ഒക്കെയുള്ള നാട്ടുകാരുടെ ആവശ്യങ്ങൾ, അതിനോട് എങ്ങനെയാണ് പ്രതികരിച്ചിരിക്കുന്നത്? എന്തെങ്കിലും നടപടി ആയിട്ടുണ്ടോ?
തീർച്ചയായും ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഇക്കാര്യത്തിൽ വലിയ വീഴ്ച ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് നാട്ടുകാർ ഇക്കാര്യം തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് ഈ രോഗം സ്ഥിരീകരിച്ചിട്ട് പോലും ആരോഗ്യ വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ജില്ലയിൽ DMO സ്ഥലത്തില്ല എന്നുള്ളതാണ്. അതായത് ഈ കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം നൽകാനുള്ള ജില്ലാ മെഡിക്കൽ ഓഫീസർ ഈ ജില്ലയിൽ തന്നെ ഇല്ല എന്നുള്ളതാണ്. ഡെപ്യൂട്ടി DMO ആണ് ഈ കഴിഞ്ഞ ദിവസം ഈ വീട് ഉൾപ്പെടെ സന്ദർശിച്ചത്. അതോടൊപ്പം തന്നെ ഈ ഹെൽത്ത് ഇൻസ്പെക്ടർ പോലെയുള്ള അങ്ങനെ തസ്തികയിലൊക്കെ ഇരിക്കുന്ന ആളുകളോട് എന്തെങ്കിലും കാര്യവുമായി ബന്ധപ്പെടുമ്പോൾ അത് ഒരു തരത്തിലുള്ള പ്രതികരണവും ഇല്ല എന്നുള്ളതാണ് നാട്ടുകാർ ഉന്നയിക്കുന്ന പരാതി. അത്തരത്തിൽ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തുനിന്നും ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഒന്നാകെ തന്നെ ഈ രോഗം ബാധിച്ചിട്ടും അവിടെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പിന്നാലെയാണ്, അതായത് 2 മരണമുണ്ടായി, 2 സഹോദരങ്ങളാണ്, കുട്ടികളാണ്. അപ്പോൾ കുട്ടികൾ മരിച്ചതിന് പിന്നാലെ ആ തരത്തിൽ പ്രതിഷേധമുയർന്ന സമയത്താണ് ആരോഗ്യ വകുപ്പ് ഇന്നു മുതൽ ഈ നടപടിക്രമങ്ങളൊക്കെ ആരംഭിക്കുന്നു എന്ന് പറയുന്നത്. ഈ വീടുകളിലെത്തി വെള്ളം ശേഖരിക്കുന്നത്, ഇന്ന് പരിശോധനാ ക്യാമ്പ് ഉൾപ്പെടെ സംഘടിപ്പിക്കുന്നത്. ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ ഉയർന്നതിന് ശേഷം മാത്രമാണ് ആരോഗ്യവകുപ്പിന്റെ ഉദ്യോഗസ്ഥർ പോലും ആ വീട്ടിലേക്ക് പോകാൻ തയ്യാറായത് എന്നുള്ളതാണ്. ഇതിൽ വലിയ വിമർശനം ഉയരുന്നത്, അതായത് ആരോഗ്യമന്ത്രി അടക്കം ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തണമെന്നുള്ളതാണ്. കൃത്യമായിട്ടുള്ള അന്വേഷണം വേണം. ഇതിൽ ആരുടെയൊക്കെ ഭാഗത്ത് വീഴ്ചയുണ്ട് അവർക്കൊക്കെ എതിരെ നടപടി എടുക്കണമെന്നുള്ളതാണ് നാട്ടുകാരുടെ ഉൾപ്പെടെ ആവശ്യം. അനു.